നിങ്ങൾ അറിഞ്ഞോ, നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സ് ആൻഡ് വൈ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്രയാണ് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്, അങ്ങനെ മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്, +2 പാസ്സായി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വിളിച്ചിരിക്കുന്നത് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പ്സ് ആണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സ് ആൻഡ് വൈ കാറ്റഗറിക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അവസാനത്തെ ഡേറ്റ് വരുന്നത് 27 ജനുവരി 2025 അതായത് ജനുവരി 27 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പരിപാടി നോക്കുക. ഇനി അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മളെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ ഞങ്ങൾ തന്നെ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലോക്ക് നോക്കാം. 1 ജനുവരി 2005 1 ജൂലൈ 2008 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് എന്തിനു പറ്റുക, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഒരു പക്ഷേ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 21 വയസ്സായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 21 വയസ്സ് വരെ എന്താണ് അപ്ലൈ ഏജ് ലിമിറ്റ് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ എക്സാമിന് അപ്ലൈ ചെയ്യുക. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് കാണാം 10 or +2 ഇക്വാലന്റിൽ കാണാൻ പറ്റും. മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മിനിമം 50% മാർക്ക് ഈ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. കൂടാതെ ഇംഗ്ലീഷിനും എന്തുണ്ടാവണം, 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി ഡിപ്ലോമ, അതായത് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും, ഈ പോളിയൊക്കെ നമ്മൾ പഠിക്കൂലേ, അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് അവരുടെ ട്രേഡിൽ 50% മാർക്ക് ഉണ്ടാവണം. ഇംഗ്ലീഷിനും എന്തുണ്ടാവണം, 50% മാർക്ക് ഉണ്ടാവണം. അതേപോലെ വൊക്കേഷണൽ പഠിച്ച കുട്ടികൾക്ക് എന്തുണ്ടാവണം, 50%. ഫിസിക്സും മാത്തമാറ്റിക്സും എന്തുണ്ടാവണം, 50% മാർക്ക് ഉണ്ടാവണം. 50% ഇംഗ്ലീഷിലും ഉണ്ടാവണം. ഇനി എനി സ്ട്രീം +2 പഠിച്ച ആൾക്കാർക്ക് അവരുടെ മൊത്തം സിലബസ്, അതായത് മൊത്തം എക്സാമിന് എന്തുണ്ടായത്, 50% മാർക്ക് ഉണ്ടായത്. അതേപോലെ ഇംഗ്ലീഷിനും ഇപ്പോൾ 200-നാണെങ്കിൽ അതിലൊരു 100 കിട്ടിയാൽ മതി, നമുക്ക് 50% ഉണ്ടാവും. കിട്ടിയോ? അപ്പൊ അങ്ങനെ ശതമാനം കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം. പിന്നെ അടുത്ത പറയാനുള്ളത് മിനിമം വൊക്കേഷനിൽ അടുത്ത് നോക്കണ 50% എന്തിനു വേണം, നിങ്ങളുടെ മൊത്തം സിലബസിന് ഉണ്ടാവണം. അതേപോലെ തന്നെ 50% ഇംഗ്ലീഷ് ഉണ്ടാവണം. ഇംഗ്ലീഷിന് 50% എല്ലാത്തിലും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കാനുള്ളത്. മിനിമം ഹൈറ്റ് റിക്വയർമെന്റ്സ് വരുന്നത് 152.5 ആണ് ആൺകുട്ടികൾക്ക് വരുന്നത്, 152.5 ആണ്. ഓക്കെ, ഇനി പെൺകുട്ടികൾക്ക് വരുന്നത് 152 ആണ്. അതേപോലെ ഈ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഹില്ലി റീജിയനിലൊക്കെ വരുന്ന, അതായത് ഉത്തരാഖണ്ഡ് ഭാഗങ്ങളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് 147 മതി. നമ്മുടെ ലക്ഷദ്വീപ് ആണെങ്കിൽ 150 സെന്റിമീറ്റർ ഒക്കെ മതി കേട്ടോ. അതേപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു ഹൈറ്റ് ആവണം. അതായത് നമ്മൾ എപ്പോഴും പറയും മിനിമം എത്ര kg, 50 kg വേണം, നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ. ആ ഒരു 50 kg എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ഈ ഒരു വെയിറ്റ് നിങ്ങൾ ഏത് എക്സാമിന് പോയാലും നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു വെയിറ്റ് മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇനി അടുത്ത് നോക്കണം, ചെസ്റ്റ് എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ മതി. അത് +5 സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്തിനു പറ്റണം, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം കേട്ടോ. പെൺകുട്ടികൾക്ക് ഉള്ള ചെസ്റ്റ് 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ അപ്പുറത്തുനിന്ന് വിസ്പർ ചെയ്യും, അത് നിങ്ങൾ കേട്ടാൽ മതി, അത് കേൾക്കാൻ പറ്റണം. അതേപോലെ ഡെന്റൽ എന്ത് ചെയ്യണം, 14 ഡെന്റൽ പോയിന്റ്, അതായത് 28 പല്ല് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ. പല്ലിൽ കമ്പിയിടുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, 4 എണ്ണമൊക്കെ മാക്സിമം പറിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നോക്കാം, സീക്വൻസ് ഓഫ് എക്സാമിനേഷൻ. സയൻസ് സബ്ജക്റ്റുകൾ നോക്കണം, നിങ്ങൾക്ക് 60 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഇതൊക്കെ +2 സിലബസ് ആണ് ഉണ്ടാവുക. അപ്പോൾ CBSE സിലബസും കൂടി ആയിരിക്കും, അതും കൂടി ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇനി അടുത്തത് അതർ ദാൻ സയൻസിന് 45 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ഉണ്ടാവും. റീസണിങ് ആൻഡ് ജനറൽ അവയർസ്, രാഗ, അതായത് നമ്മളെ ജനറൽ അവയർനെസ് അറിയാം, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, GK ഇതിന്നൊക്കെ GK പാട്ടുകളാണ് ഉണ്ടാവുക കേട്ടോ. ഇതാണ് ഉണ്ടാവുക. ഇനി ബോത്ത് സയൻസ് ആൻഡ് അതർ ദാൻ സയൻസിന് ഡ്യൂറേഷൻ 85 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് രാഗ ഇതാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് മാർക്കിംഗ് പാറ്റേൺ ആണ് അല്ലെ. മാർക്കിംഗ് നോക്കണം, ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് വെച്ച് കിട്ടും. ഓരോ അൺഅറ്റംപ്റ്റഡിനും 0 ആണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലേ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കറക്കി കുത്താൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.25 വെച്ച് കുറയും. അതായത് 4 ചോദ്യം ഓപ്ഷൻസ് ആണ്, ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ 1 മാത്രമേ ശരിയാവാനുള്ള സാധ്യതയുള്ളൂ, 3 എണ്ണം തെറ്റും. കറക്കി കുത്താൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് പറയുന്നത്. അതിൽ നിങ്ങളുടെ ഉത്തരം ശരിയാവാനുള്ള സാധ്യത വെറും 25% മാത്രമാണ്. ബാക്കി 75 എന്താണ്, തെറ്റാനാണ് സാധ്യത.
അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, കറക്കി കുത്താൻ പോകരുത്. അതേപോലെ റിലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കാണാൻ പറ്റും, അതും കറക്കി കുത്തരുത്. ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ കുത്തണ്ട. അടുത്ത് നോക്കിക്കോടാ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ്. 1.6 കിലോമീറ്റർ ഓടാനുണ്ട്, അതും 8 മെയിൽ കാൻഡിഡേറ്റ്സിന് 7 മിനിറ്റും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 8 മിനിറ്റുമാണ് ഈ 1.6 കിലോമീറ്റർ ഓടി കയറാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 10 പുഷപ്പ് എടുക്കാനുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ 1 മിനിറ്റ് ആണ് ഉണ്ടാവുക. പിന്നെ 10 സിറ്റ്സപ്പ് എടുക്കാനുണ്ടാവും 1 മിനിറ്റ്. 20 സ്ക്വാട്സ് 1 മിനിറ്റ് കൊണ്ട് എടുക്കണം. ഓക്കെ, ഇനി ഫീമെയിൽസിനാണെങ്കിൽ 10 സിറ്റ്സപ്പ് ഉണ്ടാവും 1 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ടാവും. 15 സ്ക്വാട്സ് 1 മിനിറ്റ് കൊണ്ട് എടുത്താൽ മതി. ഇത്രയാണ് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ, അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മൾ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഡോക്യുമെന്റ്സ് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വേണം, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം, +2 മാർക്ക് ഷീറ്റ് വേണം. അതേപോലെ തന്നെ നിങ്ങൾ ഡിപ്ലോമയൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ അതിന്റെ മാർക്ക് ഷീറ്റ് വേണം. അതേപോലെ ഈ വൊക്കേഷണൽ VHSC ആണെങ്കിൽ അതിന്റെ വേണ്ടി വരും കേട്ടോ. പിന്നെ ഈ അടുത്തെടുത്ത റീസെന്റ് ഫോട്ടോഗ്രാഫ്, അതും 10 മുതൽ 50 KB ഉള്ളിലായിരിക്കണം. ഈ നവംബർ 2024 നവംബറിന് ശേഷം എടുത്തായിരിക്കണം കേട്ടോ. ഇനി അതേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ലേറ്റ്, ബ്ലാക്ക് സ്ലേറ്റ് എന്ത് ചെയ്യണം, ചെസ്റ്റിന് നേരെ പിടിച്ചിട്ട് അതിൽ നിങ്ങളുടെ പേരും ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ആ ഫോട്ടോ എടുത്ത ഡേറ്റും ആ സ്ലേറ്റിൽ വ്യക്തമായിട്ട് എഴുതണം. ആ ഫോട്ടോ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അതിന്റെ തമ്പ് ഇംപ്രഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സിഗ്നേച്ചർ 10 മുതൽ 50 KB ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ 18 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാരന്റിന്റെ, നമുക്കറിയാം ഒരു പാരന്റിന്റെ ലെറ്റർ ഉണ്ട്, ആ ലെറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ടാവണം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ, ഒരു നമ്മൾ കൺസെന്റ് ലെറ്റർ ആണത് കേട്ടോ. ഇനി എക്സാമിനേഷൻ ഫീ ഉണ്ട് 550 രൂപ +GST ആണ് വരുന്നത്. അതായത് ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നത് 550 +GST ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഡെമോ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മെറ്റീരിയൽസും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടംപോലെ പ്ലെന്റി ഓഫ് ടൈംസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്പോഴേക്കും നമുക്ക് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തതാണ്, ഈ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പ് പുതിയ വീഡിയോസും പുതിയ നോട്ടിഫിക്കേഷൻ വേഗം അറിയാൻ വേണ്ടി ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ മെസ്സേജ് ചോദിച്ചാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിന് ഒന്ന് വേണമെന്ന് വെച്ച് വേണ്ടി പഠിക്കുക. എയർഫോഴ്സിന്റെ എല്ലാവർക്കും കിട്ടട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.